നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി റിയ രവി, 27 വയസ്സ്, പുണർദം നക്ഷത്രം, ശുദ്ധജാതകം. ശുദ്ധജാതകം ഞാൻ എടുത്തു പറയുന്നത് പെൺകുട്ടികൾ വളരെ കുറച്ചാണ് ശുദ്ധജാതകം കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ശുദ്ധജാതകം എന്നുള്ളത്. കണ്ടന്റ് എഡിറ്ററായിട്ട് MNC ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് BA സെൻറ് മേരീസ് പാസ്സായി, MA ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ. അച്ഛൻ പൊറയത്ത് രവി കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിറ്റൂരാണ് ഇവരുടെ തറവാട്. അമ്മ രമ രവി തിരുവില്ലാമല സ്വദേശിനിയാണ്. അവര് പാലക്കാടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. ബ്രദർ UK ബേസ്ഡ് ഒരു MNCയിൽ കണ്ടന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ വന്നിട്ട് KPMG കുവൈറ്റിലാണ് സീനിയർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ റിയ രവിയെ കുറിച്ച് പറയാം. 27 വയസ്സ്, പുണർദം നക്ഷത്രം, ശുദ്ധജാതകം, കണ്ടന്റ് എഡിറ്റർ, MNC ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനി ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളതിലാണ് വർക്ക് ചെയ്യുന്നത്. BA ആൻഡ് MA ആണ് ക്വാളിഫിക്കേഷൻസ്. ഒന്ന് സെൻറ് മേരീസ് പിന്നെ ഒന്ന് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ. അച്ഛൻ രവികുമാർ, ചിറ്റൂര് പൊറയത്ത് എന്നാണ് അവരുടെ തറവാട്ട് പേര്. അമ്മ രമ രവി തിരുവില്ലാമല സ്വദേശിനിയാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പാലക്കാടാണ്. അച്ഛൻ സൗദിയിലായിരുന്നു അനവധി വർഷം, ex-NRI ആണ്. ഈ കുട്ടികൾ സ്കൂളിംഗ് ഒക്കെ ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് സൗദിയിലായിരുന്നു. ഒരു ബ്രദറുണ്ട്, അവർ UK ബേസ്ഡ് MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്, നാട്ടിൽ തന്നെ ഉണ്ട്. ഒരു സിസ്റ്റർ, എൽഡർ സിസ്റ്റർ UK ബേസ്ഡ്, UK ബേസ്ഡ് അല്ലാതെ ആ കുട്ടി KPMGയിലാണ്, KPMG കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് സീനിയർ ഓഡിറ്ററായിട്ട്. അപ്പോൾ സിസ്റ്റർ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ബ്രദർ വർക്ക് ഫ്രം ഹോമാണ്, UK ബേസ്ഡ് MNC. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിയ രവിയെക്കുറിച്ച് പറയാനുള്ളത്. അവർ നോക്കുന്നത് ഏത് നാട്ടിലേക്ക് പോകാനും അവർക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുള്ള കുട്ടിയല്ല. ഓൺലി തിങ് അവർക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ല ജോലി ആയിരിക്കണം, ഗ്രൂംസ് നല്ല ജോലി, ക്വാളിഫൈഡ് ഒക്കെ ആയിരിക്കണം. കാരണം ആ കുട്ടിക്ക് ഇപ്പം ഭേദപ്പെട്ടൊരു ജോലിയാണ് ബാംഗ്ലൂര്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലോട്ട് പോവുകയാണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ജോലി കിട്ടാവുന്ന ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായി. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല, ജോലി അങ്ങ് ശരിയാക്കി തരാം എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും അതിനൊക്കെ ഒരു ഫ്രീഡം കിട്ടുകയാണ്. ഇപ്പം ചില വീടുകളിൽ പോയാൽ പറയാം ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും ആവരുത്. നല്ലൊരു ഫാമിലി, തറവാട്ടുകാരെന്ന് നമ്മൾ പറയില്ലേ, നല്ലൊരു തറവാട്ടുകാർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഈ പ്രൊഫൈല് നോക്കാവുന്നതാണ്. നല്ലൊരു ഫാമിലിയാണ്, വെൽ ഡിസിപ്ലിൻഡ് ഫാമിലി. ആർക്ക് വേണമെങ്കിലും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത്, വിവാഹപ്രായമെത്തിയ മക്കൾ വീട്ടിലുള്ളപ്പോൾ അച്ഛനമ്മമാർക്ക് പതിവിൽ കവിഞ്ഞ ഒരു ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കണം, എന്താണ് ഏതാണ്, ആകെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു വല്ലാത്ത രീതിയിലാണ് ഒരു ടെൻഷൻ. എന്തൊക്കെ ചെയ്യണം,
ജാതകം, പ്രൊഫൈൽ, മാട്രിമോണിയൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് തുടക്കത്തിലുള്ള ഒരു ടെൻഷൻ. അപ്പോൾ അതെല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ മക്കളുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. അച്ഛനമ്മമാർ, എല്ലാ വീടുകളിലും അച്ഛനമ്മമാർ സംസാരിക്കും. പക്ഷെ വിവാഹകാര്യം ചിലപ്പോൾ അച്ഛനും അമ്മയും മാത്രം അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും. മക്കൾ അറിയുന്നതന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടാകാം. നിർബന്ധമൊന്നുമില്ല. അവരുടെ ഫുൾ അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് മക്കളുമായിട്ടൊന്ന് നന്നായിട്ട് സംസാരിക്കുക. മക്കളുമായി സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. എന്തൊക്കെയാണ് അവരുടെ പല അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. ജോലിസ്ഥലം ഇന്നതായ നന്നായി, അതേപോലെ ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം, ഹൈറ്റ് ഇത്രയാൽ നന്നായി, ലൊക്കേഷൻ ഇന്നതായ നന്നായി, അങ്ങനെയൊക്കെയുള്ള കുറേ അഭിപ്രായങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ പറയാനുണ്ടാവും. അപ്പൊ അതെല്ലാം ഒന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഇത് ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കളുമായി സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഇതൊന്നും ഉണ്ടാക്കി തരൂട്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ട് കണ്ണിക്കണ്ടത് എഴുതി വയ്ക്കുകയല്ല വേണ്ടത്. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ, ആ കുട്ടിയുടെ വയസ്സ്, ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ കുട്ടിയുടെ ജാതകത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, വല്ലാതെ വേണ്ട, കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അറിയെങ്കിൽ അത് ആവശ്യത്തിൽ കൂടുതൽ എഴുതരുത്. പഠിച്ചത് എവിടെയാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. ഹൈറ്റ്, വെയിറ്റ്, സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ, അതേപോലെ അച്ഛനമ്മമാർ എന്തൊക്കെയായിരുന്നു ആ ഡീറ്റെയിലുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് ഉണ്ടാക്കി ഒരു 2-3 വട്ടമെങ്കിലും വായിച്ചു നോക്കുക എല്ലാവരും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. അത് ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. അതാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുന്നതിൻ്റെ ഒരു രീതി. ജോലി സ്ഥലം, ജോലി എന്താണ്, കമ്പനിയിലത്തെ ഡെസിഗ്നേഷൻ, സാലറി എത്രയുണ്ട്, എല്ലാം കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം. അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എല്ലാവരും, അച്ഛൻ, അമ്മ, മക്കളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അടുത്തത്, നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതാണ് അമ്പലച്ചാൽ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ പൈസ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത് ഈ കാര്യത്തിൽ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നാണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കൽ ഒരു പണിയാണ്. ഒരു 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന സൈറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്താണ്, എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിക്കുക, കല്യാണ സമയത്തിൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ആവശ്യപ്പെടുമോ. കാരണം പല ദിക്കിലും പല രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എൻഗേജ്മെന്റ് തലേ ദിവസം പോയിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എത്രയോ കേസുകൾ എനിക്കറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് നേരത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായി ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രൊഫൈലുകളൊക്കെ കിട്ടാൻ തുടങ്ങും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുമായി സംസാരിക്കുക, ആ കുട്ടികൾക്ക് ഫോട്ടോ കാട്ടിക്കൊടുക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഓക്കെ ആയി, അച്ഛനമ്മമാർക്ക് വീട് കാര്യങ്ങളോ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ഡിസ്കഷനിലേക്ക് പോവുക. ഫർദർ ഡിസ്കഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാവുന്നത്ര ഒരു വാട്സാപ്പ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും.
അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ നന്നായിട്ടൊന്ന് സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. അത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഒക്കെ ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കൊക്കെ അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ആവും. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം തന്നെ ചോദിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ലവ് അഫെയർ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുടുംബ പാരമ്പര്യം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ജോലി എന്തായിരുന്നു, തറവാട് എവിടെ, വീടെവിടെ, സ്ഥലം, കാര്യങ്ങള്, സഹോദരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. അടുത്ത കാര്യം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അടുത്തത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ചോദിക്കണം, നേരത്തെ ചോദിക്കണം. എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഏത് കോളേജിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് കംപ്ലീറ്റ് കാര്യം ചോദിക്കുക. അതിന് ശേഷം അമിതമായ വല്ല ബാങ്കിങ് ലോൺസ്, EMI വല്ലതും ഉണ്ടോ എന്ന് ആ കുട്ടികൾ തമ്മിൽ സംസാരിക്കണം. അമിതമായ ലോണുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫൈനാൻഷ്യൽ ഇതിനെ അനുസരിച്ചിരിക്കും അതൊക്കെ. ചിലർക്ക് കോടികൾ ലോൺ എടുത്തു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. ചിലർക്ക് ലക്ഷങ്ങൾ എടുക്കുമ്പോഴേക്ക് തന്നെ പ്രോബ്ലമായി മാറും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിനനുസരിച്ചിരിക്കും. അത് ബാങ്കിൽ എത്ര ലോൺ ഉണ്ടെന്ന് കൃത്യമായി ചോദിക്കുക, മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഏകദേശം ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. വീട്ടിൽ പോയി പെണ്ണ് കാണൽ ചടങ്ങല്ല ഞാൻ ഉദ്ദേശിച്ചത്, പുറത്ത് വെച്ച് കാണാം. അതിനുശേഷം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ പോകാവൂ. അല്ലാതെ ചാടിക്കേറി പെണ്ണ് കാണാൻ പോവുക, എന്നിട്ട് നോ എന്ന് പറയുക, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയും ഓക്കെ ആണോ പറയുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോ എന്ന് പറയുക. ഇതൊക്കെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ബെറ്റർ നിങ്ങൾ പുറത്ത് വെച്ച് കാണുന്നതാണ് ഉചിതം. അതിനുശേഷം മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിലേക്ക് പോകാവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. കാരണം പുറത്ത് വെച്ച് കാണുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എനിക്ക് ഒരു ആൾറെഡി ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നീ വേറെ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന കുട്ടികളെ ധാരാളം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് റിട്ടയർഡ് ലൈഫും കുട്ടികളുടെ ദാമ്പത്യ ജീവിതമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.